ഹായ്. അപ്പം നമ്മൾ 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടല്ലേ. 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. സമാന്തര ശ്രേണികൾ. സമാന്തര ശ്രേണികൾ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ കേൾക്കാത്തൊരു പുതിയൊരു വേർഡാണ് സമാന്തര ശ്രേണികൾ. അപ്പം ഈ സമാന്തര ശ്രേണികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം അതിന് മുമ്പ് ശ്രേണി എന്താണെന്ന് നോക്കാം. എന്താണ് ശ്രേണി? ഇവിടെ കണ്ടില്ലേ, കുറേ വണ്ടികൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഒരു വണ്ടിയുണ്ട്, ഇവിടെ രണ്ടെണ്ണമായി, ഇവിടെ നാലെണ്ണമായി. ഒന്നിന്ന് രണ്ടെത്തി, രണ്ടിന്ന് നാലെത്തി. അപ്പം നമുക്ക് മനസ്സിലായി. 1, 2, അടുത്ത നമ്പർ എത്രയായിരിക്കും? അടുത്ത എത്ര വണ്ടി ഉണ്ടായിരിക്കും നമുക്കറിയാം. ഇവിടെ 1ന്റെ ഇരട്ടി 2ആയി, 2ന്റെ ഇരട്ടി 4ആയി, അടുത്ത 4ന്റെ ഇരട്ടി 8. പിന്നെ ഏതാണ് വരുന്നത്? 8ന്റെ ഇരട്ടി 16. അപ്പോൾ അതായത് 1, 1 × 2, 2, പിന്നെ 2 × 2 4, അങ്ങനെ പോകുന്നു. ഇവിടെ താഴത്തെ ആണല്ലോ അതുപോലെ തന്നെ 3ന്റെ ഇതാണ് 1, പിന്നെ 1 × 3 3, പിന്നെ 3 × 3 9, പിന്നെ 9 × 3 27. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു പാറ്റേൺ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത് ആണ് പാറ്റേൺ വരുന്നത്. ഈ പാറ്റേൺ രീതി നമുക്ക് കുഞ്ഞിലോട്ടേ അറിയാവുന്നതാണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം അടുത്ത് സംഖ്യാശ്രേണികൾ. സംഖ്യകളുടെ കേസിൽ വരുമ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക നിയമപ്രകാരം എഴുതുന്ന സംഖ്യകളുടെ ഒരു നിരയാണ് ശ്രേണികൾ. ഒരു പ്രത്യേക നിയമപ്രകാരം എന്തെങ്കിലും ഒരു നിയമം മതി. എന്നിട്ട് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? അതുപയോഗിച്ച് നീളത്തി എഴുതാൻ പറ്റും. ഇപ്പം ഇവിടെ കണ്ടില്ല, 2, 4, 6, 8, പിന്നെ ഏതാണ് 10, 12, 14. നമുക്ക് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് അറിയാം അടുത്ത ഏതാ വരുന്നതെന്ന്. ഇനിയോ 5, 10, 15, 20, 25, 30. പിന്നെ ഉള്ളതാണെങ്കിലോ 1, 2, 4, 7. എന്താണ്? ആദ്യം 1 കൂട്ടുന്നു, 1 കൂട്ടുന്നു, 1, 2, 2. പിന്നെ എന്താണ്? 2നോട് 2 കൂട്ടുന്നു, 2 + 2 4. പിന്നെ 4നോട് 3 കൂട്ടുന്നു, പിന്നെ 7 ആവും, 7നോട് 4 കൂട്ടുന്നു, പിന്നെ 11നോട് 5 കൂട്ടുന്നു അല്ലേ. അപ്പോൾ 16. അപ്പോൾ ഇങ്ങനെ പിന്നെ 6 കൂട്ടുന്നു, 7 കൂട്ടുന്നു, അങ്ങനെ പോകുന്നു. അടുത്ത ഇതാണെങ്കിലോ, ഇത് നമുക്ക് ഓരോന്നിൻ്റെയും വർഗ്ഗങ്ങളായിരിക്കും. 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, പിന്നെ ഏതാണ് 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ. കണ്ടില്ലേ, ഓരോന്നിൻ്റെയും വർഗ്ഗങ്ങളാണ് ഇവിടെ പോകുന്നത്. 5ന്റെ സ്ക്വയർ, പിന്നെ 6ന്റെ സ്ക്വയർ. അപ്പം അതാണ് വരുന്നത്. ഇപ്പം ഇതുപോലെ വരുന്ന 2 ശ്രേണികൾ അല്ലാതെ ഒന്നും എഴുതിയാലും ഇപ്പോൾ നമ്മൾ 1, 2, 3, പിന്നെ എന്താണ്, പിന്നെയും 1, 2, 3. കണ്ടില്ലേ, ഇതും ഒരു പാറ്റേണാണ്. ഇങ്ങനെയും വരുന്നതും പാറ്റേണുകളാണ്. പാറ്റേണുകൾ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഒരു പാറ്റേൺ ആണ് അത്. പിന്നെ നമുക്കറിയാം എന്താ പാറ്റേൺ അടുത്ത് ഇതെന്നറിയാം. അപ്പം അതുപോലെ തന്നെ സംഖ്യാശ്രേണികളുമാണ്. പാറ്റേൺ മാത്രമല്ല, ശ്രേണികളുമാണ്, സംഖ്യാശ്രേണികളുമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രവർത്തനമാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊരു ശ്രേണിയായിട്ട് നമുക്ക് എഴുതണം. അപ്പം 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരണം. അപ്പോൾ 1 വരണം ശിഷ്ടം. അപ്പോൾ 1 എടുത്താലോ, അത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 തന്നെ ആയിരിക്കില്ലേ. 1 എടുത്തു. പിന്നെ ഏതാ ശിഷ്ടം വരണേ? 2 വരും. ഇപ്പോൾ 2 എടുത്താലോ, 3 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കിന് ശിഷ്ടം 2 തന്നെ വരുന്നത്. ഇനി അടുത്ത് 3 എടുത്താലോ, 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണ്. പിന്നെ ഏതാണ്? 1 വരണം അല്ലേ. ഇപ്പോൾ 4 എടുത്താൽ ശിഷ്ടം 1 വരും, 5 എടുത്താൽ ശിഷ്ടം 2 വരും. പിന്നെ 6 പറ്റത്തില്ല, 7 എടുത്താൽ വരും, പിന്നെ 8 എടുത്താൽ ശിഷ്ടം 2 വരും. ഓക്കെ, അതായത് 3ന്റെ ഗുണിതത്തിനോട് 1 കൂട്ടുക, 2 കൂട്ടുക. അപ്പോൾ ഇതാണ് 3ന്റെ ഗുണിതം. ഏതാ? ഒരു 3, 3. 3നോട് 1 കൂട്ടി 4 ആയി, 3നോട് 2 കൂട്ടി 5 ആയി. പിന്നെ അടുത്ത 3ന്റെ ഗുണിതം ഏതാ? 6. 6നോട് 1 കൂട്ടി 7 ആയി, 6നോട് 2 കൂട്ടി 8 ആയി. അപ്പം അങ്ങനെ തുടർന്ന് പോകുന്നു. ഓക്കെ, പിന്നെ 3നോട് 1 കൂട്ടിയാൽ ശിഷ്ടം 1 മാത്രം വരുന്ന ശ്രേണി എഴുതാനാണെങ്കിലോ അത് 1. പിന്നെ ഏതാണ്? 4, 4, 3, 7, 10. ഇങ്ങനെ അങ്ങ് പോവും. കണ്ടില്ലേ, 9. അതായത് 3ന്റെ ഗുണിതത്തിനോട് ജസ്റ്റ് തൊട്ട് ഫ്രണ്ടിലുള്ള നമ്പർ. ഇനി അതുപോലെ 2 വേണ്ടെങ്കിലോ, 2 ശിഷ്ടം 2 വരുന്ന ശ്രേണികളാണെങ്കിൽ 2, 5, 8 ഇങ്ങനെ അങ്ങ് പോവും തുടർന്ന്. പിന്നെ 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ വലിപ്പക്രമത്തിൽ
എഴുതുക. ഈ ശ്രേണിയെ മറ്റ് 2 തരത്തിൽ വിവരിക്കുക. അപ്പൊ നമുക്ക് 1 ലോ 6 ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകള് വലുപ്പക്രമത്തിലല്ല എഴുതേണ്ടത്. അപ്പൊ 1 ലോ 6 ലോ അവസാനിക്കണം. 1 ലോ 1 വേണം. ഓക്കെ, അടുത്ത എന്താ വേണ്ടേ? 6 വേണം. പിന്നെ ഉള്ള 1 വരുന്ന ഏതാ? 11 അല്ലേ വരുന്നേ? 11. പിന്നെ ഏതാ 6 വരുന്നേ? 16. അപ്പൊ 21, 26 അങ്ങനെയാണ് 1 ലോ 6 ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ. അപ്പൊ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഈ ശ്രേണിയെ മറ്റ് 2 തരത്തിൽ വിവരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താണ് വരുന്നത്? ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, 1നോട് എത്ര കൂട്ടിയപ്പോഴാ 6 കിട്ടിയത്? 5 കൂട്ടിയപ്പോൾ 6 കിട്ടി. 6നോട് 5 കൂട്ടിയപ്പോൾ എത്രയായി? 11 കിട്ടി. 11, അതായത് 5 കൂട്ടിയാണ് ഇവിടെ പോയിരിക്കുന്നത്. പിന്നെ അല്ലാതെ എന്ത് പറയാം ഇതിനെ? ഇപ്പൊ 5ന്റെ ഗുണിതങ്ങൾ എടുത്താൽ എത്രയാ? 1 5 5, 2 5 10, 15. ഓക്കെ, അപ്പൊ ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള നമ്പേഴ്സ് അല്ലേ ഇത്? എന്ന് വെച്ചാൽ 5 1 6. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പോലെ 3 കൊണ്ട് ഹരിച്ച ശിഷ്ടം 1 വരുന്ന എഴുതിയ പോലെ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന ശ്രേണിയാണല്ലോ ഇത് കിട്ടിയിരിക്കുന്നത്. 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. അപ്പൊ 1ന് 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 തന്നെയല്ലേ കിട്ടുന്നേ. പിന്നെ 6നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കുറച്ച് കഴിയുമ്പോൾ ബാക്കി എത്ര ഉള്ളത്? 1 ആണുള്ളത്. 11 2 അവിടെ 10 ഉണ്ട്, പിന്നെ മിച്ചം 1 ഉണ്ട്. അങ്ങനെ ഇത് എന്താണ്? 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന ശ്രേണിയാണ്. ഇനി ഇതേപോലെ ശ്രേണികൾ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ ശ്രേണികൾ എന്താന്ന് പറഞ്ഞപ്പോ നമുക്ക് തൊട്ടു മുമ്പിലത്തെ ഇതിൽ തന്നെ നോക്കിക്കേ. ഇവിടെ എത്രയാണ്? ഇവിടെ 1 ആണ്. 1നോട് എത്ര കൂട്ടിയത്? 1നോട് 1 ആദ്യത്തെ എടുത്തി. പിന്നെ എന്താണ്? 1നോട് 5 കൂട്ടി. 5 കൂട്ടിയപ്പോൾ 6 എത്തി. ഇവിടെ 5 കൂട്ടി നമ്മള്. പിന്നെ എന്താ? 6നോട് വീണ്ടും 5 കൂട്ടി 11 എത്തി. ഇവിടെ 11നോട് 6 കൂട്ടി 5 കൂട്ടിയപ്പോൾ 16 എത്തി. അപ്പൊ ഇവിടെ എന്താണ് കൂട്ടി പോകുന്നത്? എല്ലായിടത്തും 5 തന്നെയാണ് കൂട്ടിപ്പോകുന്നത്. ഇതേപോലെ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടി കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 5 10 നമ്മൾ പറഞ്ഞില്ലേ, അതെ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്, ഗുണിത പട്ടികയാണിത്. 5 10 15 20 25. അതെന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ 6 ഇവിടെ എല്ലായിടത്തും കണ്ടില്ലേ, ഒരേ നമ്പർ തന്നെയാണ് കൂട്ടി പോകുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് സമാന്തരം, കേട്ടിട്ടില്ലേ? സമാന്തര വര എന്ന് കേട്ടിട്ടില്ലേ? അതെന്താണ്? സമാന്തര വരയുടെ പ്രത്യേകത എന്താ? അവിടെ ഒരിക്കലും കൂട്ടിമുട്ടാത്ത ലൈൻ എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ നമുക്ക് പറയാം ഈ 2 ഇവിടത്തെയൊക്കെ ഡിസ്റ്റൻസുകൾ സെയിം ആണ്. ആ ഒരു ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ടല്ലേ അത് ഒരിക്കലും കൂട്ടിമുട്ടാത്തത്. ഇവിടുത്തെ അളവും ഒന്നാണ്, അതുകൊണ്ടാണ് അത് കൂട്ടിമുട്ടാത്തത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസുകൾ ഒരേപോലെയാണ്. ഈ ശ്രേണിക്കുള്ളിലെ ഡിസ്റ്റൻസ് ഒരേപോലെ ആയതുകൊണ്ടാണ് അത് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പൊ ശ്രേണിയിലെ സംഖ്യകളെ നമ്മൾ പറയുന്ന പേരാണ് പദങ്ങൾ എന്ന് പറയും. ഇംഗ്ലീഷിലാണ് ടേംസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം കണ്ടില്ല 5 10 15. ഇപ്പൊ ഈ ഒരു സമാന്തര ശ്രേണിയിലെ ഈ ടേംസ് ആണ്, ഈ ശ്രേണിയിലെ ടേംസ് ആണ് ഈ 5ഉം 10ഉം 15ഉം 20ഉം ഒക്കെ എന്താണ്? ടേംസ് ആണ്. ഇനി അവിടെ ഒരു നമ്മൾ പറഞ്ഞില്ല, എവിടെ എത്രയാണോ കൂട്ടി പോകുന്നത് അതാണ് ആ ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം. എന്താണ് പൊതുവ്യത്യാസം? ഒരു സമാന്തര ശ്രേണിയുടെ തുടക്കത്തിലുള്ള സംഖ്യയെ ആദ്യപദമെന്നും തുടർച്ചയായി കൂട്ടുന്ന സംഖ്യയെ പൊതുവ്യത്യാസം എന്ന് പറയുന്നു. അത് തന്നെ, തുടക്കത്തിലുള്ള ഒരു സംഖ്യ ഉണ്ടല്ലോ, ആദ്യം ഒരു സംഖ്യയിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ അവനെ നമ്മൾ ആദ്യപദം എന്ന് പറയുന്നത്. ആദ്യം കിടക്കുന്നുണ്ട് ആദ്യപദം. അപ്പൊ അതിന് വേറെ രീതിയിലും കൂടെ പറയാം, 1ാം സ്ഥാനം എന്ന് പറയും അവന്. ഇപ്പം നമ്മളൊരു സമാന്തര ശ്രേണി എഴുതുവാണെങ്കിൽ 2 4 6 8. അപ്പൊ ഇതാണ് ശ്രേണിയാണെങ്കിൽ ഇതിൽ ആദ്യം എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? 2ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇവനാണ് നമ്മുടെ 1ാം പദം, ഇവനാണ് 2ാം പദം, 3ാം പദം, 4ാം പദം, അങ്ങനെ പോകുന്നത്. അപ്പൊ ഇവന് 1ാം സ്ഥാനമാണ്. 1ാം പദത്തിലുള്ളവന് 1ാം സ്ഥാനം. ഇത് 1ാം സ്ഥാനം, 2ാമത്തവൻ 2ാം സ്ഥാനം, 3ാമത്തവൻ 3ാം സ്ഥാനം, അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ എത്ര കൂട്ടുന്നത്? ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? 4ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പൊ പൊതുവ്യത്യാസം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു പദം എടുത്താൽ, ഒരു സമാന്തര ശ്രേണിയിൽ ഏതെങ്കിലും ഒരു പദം എടുത്താൽ അതിന്റെ തൊട്ട് പുറകിലുള്ള നമ്പർ കുറയ്ക്കുക. അന്നേരമാണ് നമ്മൾ പൊതുവ്യത്യാസം എടുക്കുന്നത്. ഇപ്പൊ ഇവിടെ കണ്ടോളൂ, ഇവിടെ എന്താണ്? ഇപ്പൊ 1ാം പദത്തിന്റെ തൊട്ട് പുറകിൽ വേറെ പദം ഉണ്ടോ? ഇല്ല, 1ാമൻ ആദ്യം കിടക്കുന്നത്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? 2ാം പദത്തിൽ നിന്ന് 1ാം പദം കുറയ്ക്കുക. ഇപ്പൊ എത്ര കിട്ടി? 2 കിട്ടി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 3ാം പദത്തിൽ നിന്ന് അതിന്റെ തൊട്ട് പുറകിലുള്ള പദം ഏതാ? 4ാം പദമാണ്. 4ാം പദം കുറച്ചു, അന്നേരവും നമുക്ക് 2 കിട്ടി.
അല്ലേ എന്താണ് നാലാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറയ്ക്കുക. നാലാം പദം 8, 8 - 6 അതും 2 തന്നെയാണ്. കണ്ടല്ലേ, എല്ലാം എവിടുന്ന് കുറച്ചാലും ആൻസർ എന്താണ്? 2 പദങ്ങൾ, തൊട്ടടുത്തടുത്ത പദങ്ങളുടെ വ്യത്യാസം കാണുമ്പോൾ തുല്യമാണ്. അപ്പൊ അങ്ങനെയുള്ളതാണ്. അതുകൊണ്ടാണ് ശ്രേണിയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാവും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ശ്രേണി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ചുവടെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ, അപ്പൊ അത് വേണ്ട. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ, ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്? ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എത്ര സമചതുരം? 1, 2, ഇവിടെ 2, ഇവിടെ 1, 2, 3, 4, ഇവിടെ 2, ഇവിടെ 4, 1, 2, 3, 4, 5, 6, 6, ഇവിടെയോ 2, 4, 6, 8, 2, 4, 6, 8. എന്താണ്, ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എത്ര എണ്ണം വരുന്നത്? ഒരു ചതുരങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? 2, 4, 6, 8. എത്ര വലിയ സമചതുരം ഉണ്ടെന്ന് ചോദിച്ചത്? വലിയ സമചതുരം. ഇവിടെ വലിയ സമചതുരം ഉണ്ടോ? ഇല്ല, 0 ആണ്. ഇവിടെയാണ് വലിയ സമചതുരമായിരിക്കണം. ഇത് കണ്ടില്ലേ, 4 എണ്ണം ചേരുമ്പോഴാണ് സമചതുരം വന്നത്. ഇവിടെ ഒരാള്. ഇവിടെയോ ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. കണ്ടോ, ഇവിടെ 2 രീതിയിൽ ഇതിനെ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെയും വരയ്ക്കാം, തിരിച്ച് ഇങ്ങനെയും വരയ്ക്കാം. അവിടെ എത്ര എണ്ണമായി? 2 എണ്ണം ആയി. ഇപ്പൊ ഇവിടെ 2, ഇവിടെ ആണെങ്കിലോ 1, 2, 3 ഉണ്ടോ? 1, 2, 3, പിന്നെ ഏതായിരിക്കും? 4 ആയിരിക്കും അല്ലേ. അവിടെ എന്താണ്? 1, 2, 3, 4. പിന്നെ ആകെ എത്ര സമചതുരങ്ങളുണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. അതെന്താണ്? എത്ര സമചതുരങ്ങൾ? അപ്പൊ ഇവിടെ ഇവിടെ എന്താണ്? 2 സമചതുരം ഉള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കിക്ക്, ഇവിടെ എത്ര ഉണ്ടാവും? 4 ചെറുതും 1 വലുതും. ഇപ്പൊ 2, 1, 3 ആണ് ഇവിടെ അല്ലേ. ഇവിടെ 6, 2, 8. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. ഇവിടെ 8, 3, 11. അപ്പോൾ 2, 3, 8, 11 ആ രീതിയിലാണ് ഇവിടെ പോകുന്നത്. ഇവിടെ 5 ആണേ. 2, 5 ആണ് വരുന്നത്. ഇവിടെ 4, 1, 5 അല്ലേ. അപ്പൊ 5, പിന്നെ എത്രയാണ്? 8, 5, 5, 3, 8 ആ ഒരു രീതിയിലും. ഇവിടെ എത്രയാണ് പൊതുവ്യത്യാസം വരുന്നത്? 3 ആണ് പൊതുവ്യത്യാസം വരുന്നത്. 2നോട് 3 കൂട്ടി 5 കിട്ടി. 3, 5നോട് 3 കൂട്ടി 8 കിട്ടി. 8നോട് 3 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 11 കിട്ടി. ഓക്കെ, ഇവിടെ ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണി സമാന്തര ശ്രേണിയാണോ? അല്ലേ, ആണ്. അതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഇവിടെ 2, 4, 6, 8, പിന്നെ എന്താ? 1, 2, 3 സമാന്തര ശ്രേണി ആണ്. അങ്ങനെ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനി നമ്മളോട് സ്ഥാനവും പദവും ഒരു സമാന്തര ശ്രേണിയിലെ, അപ്പൊ ഞാൻ മിസ് പറഞ്ഞായിരുന്നു 1-ാം സ്ഥാനം 2-ാം സ്ഥാനം എന്ന് പറഞ്ഞായിരുന്നു. ഒരു സമാന്തര ശ്രേണിയിലെ 1, 2, 3 സ്ഥാനങ്ങളിലുള്ള സംഖ്യകളെ പദങ്ങൾ എന്ന് പറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതായത് 1-ാം പദം, 2-ാം പദം, 3-ാം പദം. അപ്പൊ അതിന് എന്തെന്ന് പറയാം? സ്ഥാനങ്ങൾ. 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം. ഇങ്ങനെയും പറയാൻ പറ്റും. ഇപ്പൊ ഒരു സമാന്തര ശ്രേണിയിലെ ഒരു സമാന്തര ശ്രേണിയിലെ 10-ാം പദം 56, 11-ാം പദം 51. ശ്രേണിയിലെ 1-ാമത്തെ പദം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പദം തന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ പൊതുവ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ശ്രേണിയിലെ ഏത് പദം വേണേലും കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. 1, 21, 11, 21 എന്ന സമാന്തര ശ്രേണി. അപ്പൊ ആ ഒരു സമാന്തര ശ്രേണി, ഓക്കെ, ഇത് തന്നെ നോക്കാം. ഈ ഒരു സമാന്തര ശ്രേണി 10-ാം പദം 56, 11-ാം പദം 51. അപ്പൊ ആ ഒരു സമാന്തര ശ്രേണിയില് 10, 11 നമുക്കറിയാം. 10 കഴിഞ്ഞാണ് 11 വരുന്നത് അല്ലേ. ഇവിടെ 10 ആണെങ്കിൽ തൊട്ടടുത്തായിരിക്കും 11. അപ്പൊ ഇവിടെ 56 ആണെങ്കിൽ തൊട്ടടുത്ത പദമായിരിക്കും 51. അപ്പൊ ഇവിടെ എന്താണ്? നമുക്കറിയാം അടുത്തടുത്ത പദങ്ങളാണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്? എങ്ങനെയാണ് പൊതുവ്യത്യാസം കാണുന്നത്? അടുത്തടുത്ത 2 പദങ്ങളാണെങ്കിൽ ആദ്യം ഒരു പദം എടുത്ത് അതിന്റെ തൊട്ട് പിന്നിലുള്ള നമ്പർ. അപ്പൊ 10ന്റെ പുറകിൽ 9 ആണ്, അതറിയില്ല നമുക്ക്. ഇപ്പൊ 11 എടുത്താൽ എത്ര? 10-ാം പദം തൊട്ട് പുറകിലുണ്ട്. അപ്പൊ 11-ാം പദത്തിൽ നിന്ന് 10-ാം പദം കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ പൊതുവ്യത്യാസം കിട്ടും. നമുക്ക് പൊതുവ്യത്യാസം ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. പൊതുവ്യത്യാസം പൊതുവ്യത്യാസം എന്താണ്? 11-ാം പദത്തിൽ നിന്ന് 11-ാം പദം മൈനസ് 10-ാം പദം.
ഇപ്പൊ 11ന്റെ തൊട്ട് പുറയിലുള്ള പദമാണ് 10ാം പദം. ഇപ്പൊ 11ാം പദം എത്രയാ? 51 മൈനസ് 56. ഇവിടെ എന്താണ് ഇത് പ്രത്യേകത? എന്താണ്? 11ാം പദമാണ് ചെറുത്, 10ാം പദം വലുതാണ്. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 10ാം പദം വലുതാണ്, പിന്നെ ഏതാണ്? 11ാം പദം ചെറുതാണ്. വലുതിന്ന് ചെറുതിലേക്കാണ് ഇത് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, വലുത് ഏതാണ്? 56ന്ന് 51 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 56ന്ന് 51 കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. അത് നമ്മളങ്ങനെ പഠിക്കാറുണ്ടല്ലോ. അപ്പൊ 56ന്ന് 51 കുറച്ചു. അപ്പൊ ഇവിടെ എത്രയാ? 5 വരും. അപ്പൊ വലിയ സംഖ്യയുടെ ചിഹ്നം എന്ന് പറയുമ്പോൾ 56 വലുത്. അപ്പൊ ഏതാ? -5 പൊതുവ്യത്യാസം വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇവിടുത്തെ ശ്രേണി എടുത്താൽ പുറകിലോട്ട്, അതായത് കുറഞ്ഞാണ് വരുന്നത്. ഇവിടെ 5 കുറച്ചാണ് പോകുന്നത്. ഇപ്പൊ ശ്രേണിയിലെ 1ാം പദം കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞു. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമുക്ക് എന്താണ് ഇതാക്കിയത്? 10ാം പദം ഉണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 1ാം പദം കണ്ടുപിടിക്കണം. 1ാം പദം നമ്മൾ കണ്ടുപിടിക്കാൻ പോണ. അപ്പൊ 10ാം പദത്തിൽ നിൽക്കുന്ന ഒരാള്, 10ാമത്തെ, അതായത് ഒരു തവളക്കുട്ടി ഉണ്ടെന്ന് ഓർക്കുക. ഒരു തവള ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10. ഇവിടെ ഒരു 10 കല്ലുണ്ട്. ആ 10 കല്ലില് 10ാമത്തെ കല്ലിലാണ് ഈ തവളക്കുട്ടി ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ 10ാമത്തെ കല്ല് നമുക്കറിയാം എത്രയാണ്? 10ാമത്തെ കല്ലിൽ ഓരോ കല്ലിലും ഓരോ നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പൊ 10ാമത്തെ കല്ലിൽ എഴുതിയേക്കുന്ന നമ്പർ എത്രയാണ്? 56 എഴുതിയേക്കുന്നത്. 11ാമത്തെ കല്ലുകൊണ്ട് 11ാമത്തെ കല്ലിൽ എത്രയാണ് എഴുതിയേക്കുന്നത്? 51 എഴുതിയേക്കുന്നത്. അപ്പൊ ഈ 56 എഴുതിയേക്കുന്ന ഈ കല്ലിൽ നിന്ന് ഈ തവളക്കുട്ടിക്ക് പുറയിലോട്ട് ചാടണം. ഇതാണ് 1ാമത്തെ കല്ലിൽ എത്തണം. ഇതാണ് 1ാമത്തെ കല്ല്. ഇവിടം വരെ എത്തണം. അപ്പൊ ഈ തവളക്കുട്ടി എത്ര തവണ പുറയിലോട്ട് ചാടണം? 1 പുറയിലോട്ടൊന്ന് ചാടി. അപ്പൊ എന്ത് ചെയ്യും? 10ാം പദത്തിൽ നിന്ന് ഇവിടെ എത്രയാവും? 9ാം പദത്തിലെത്തും. അപ്പൊ ഇവിടെ എന്താണ്? 56 നമ്മൾക്കറിയാം ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് കുറയ്ക്കുവാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ 56ൽ നിന്ന് എന്ത് ചെയ്യണം? 5 കൂട്ടണം. പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ വീണ്ടും ഒന്ന് ചാടി. അപ്പൊ ഇവിടെ 5 കൂട്ടി, ഇവിടെ എന്ത് ചെയ്തു? ഇവിടെയോ 5 കൂട്ടി. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഇങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് ചാടി, ഇങ്ങോട്ട് ചാടി, ഇങ്ങോട്ട് ചാടി. എത്ര തവണ ഇവിടെ ഇങ്ങോട്ട് ചാടേണ്ടി വരും നോക്കിക്കേ. ഇവിടെ 1 2 3 4 5 6 7 8 9. എത്ര തവണയാണ്? 9 തവണ ചാടി പുറയിലോട്ട് വന്നു. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 10ാം പദത്തിൽ നിന്ന് 9 പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോൾ നമ്മൾ എവിടെ എത്തും? 1ാം പദത്തിലെത്തും. അപ്പൊ എവിടെ എഴുതേണ്ടതെന്ന് വെച്ചാൽ 10ാം പദം. 10ാം പദം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എഴുതുക. 10ാം പദം മൈനസ് എത്ര തവണ പൊതുവ്യത്യാസം കുറയ്ക്കേണ്ടത്? 9 തവണ പൊതുവ്യത്യാസം ഇങ്ങനെ കുറച്ച് 5 - 5 - അങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താ? 9 × 5 അങ്ങനെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ 5 എന്നുള്ള -5 അത് മൈനസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 10ാം പദം എത്രയാണ്? 56 മൈനസ് 9 × 5 എത്രയാ? 45. പിന്നെ ഇവിടെ ഒരു മൈനസും കൂടെ ഉണ്ട്. ഇപ്പം -45. ഇപ്പം ഈ മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. ഇപ്പം 45 + 56. 10ാം പദത്തിൽ നിന്ന് 9ാം പദത്തിലെത്തണമെങ്കിൽ 45 കൂട്ടണം. ഇപ്പം എത്ര കിട്ടും? 45 കൂട്ടുമ്പോൾ 101 എന്ന് കിട്ടും. ഇപ്പൊ നമ്മുടെ 1ാം പദം എന്ന് പറയുന്നത് എത്രയാ? 101. ഇനി നമ്മളവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ. അപ്പൊ നമുക്കറിയാം, ഇനിയിപ്പോ നമുക്ക് എളുപ്പമല്ലേ? 1ാം പദം അറിയാം, 101. നമുക്കിത് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പൊതുവ്യത്യാസത്തിന് ഞാൻ D എന്ന് കൊടുക്കുകയാണ് കേട്ടോ. D -5 അപ്പൊ നമുക്കറിയാം -5 എന്ന് പറഞ്ഞാൽ എന്താ? 5 കുറച്ച് പോയാൽ മതി. 101 101ന്ന് 5 കുറയ്ക്കുക. എത്ര കിട്ടും? 96. പിന്നെ ഏതാണ്? 91 86. ഇങ്ങനെ തുടർന്ന് പോവും നമ്മുടെ ശ്രേണി. പിന്നെ അടുത്ത വരുന്ന ഏതാന്ന് വെച്ചാൽ സ്ഥാനമാറ്റവും പദമാറ്റവും. സ്ഥാനങ്ങൾ മാറുമ്പോൾ എന്ത് ചെയ്യുന്നു? പദങ്ങൾ മാറുന്നു. അതാണല്ലോ നമ്മളിവിടെ കണ്ടേ. അതാണ് ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഏതൊരു സമാന്തര ശ്രേണിയിലും പദങ്ങളുടെ മാറ്റം സ്ഥാനങ്ങളുടെ മാറ്റത്തെ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ചതായിരിക്കും. എന്താണ് വല്ല മനസ്സിലായോ? അതായത് ഒരു സമാന്തര ശ്രേണി, അതിന് നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഒരു സമാന്തര ശ്രേണി ഏതാണ്? എന്നും 2 4 എടുക്കുന്നതിന് പകരം ഇന്ന് നമുക്ക് 3 6 വെച്ചെടുക്കാം. 3 6 9 12 ഇങ്ങനെ പോകുന്നു സമാന്തര ശ്രേണി. ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ മാറ്റം
സ്ഥാനങ്ങളുടെ മാറ്റത്തെ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ചതാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ പദങ്ങൾ ഇവിടുന്ന് ഒന്നാം പദം എത്രയാ? 3 ആണ് ഒന്നാം പദം. ഈ ഒന്നാം പദത്തിൽ നിന്ന് 12ാം പദത്തിലെത്തണം. ഓക്കെ, ഒന്നാം പദം 12ാം പദം എടുത്തു. പദങ്ങളുടെ മാറ്റം, പദങ്ങൾ മാറാൻ പോവാണ്. എത്രയാണ്? 3-ന്ന് 12-ലെത്തി. 3-ന്ന് എത്ര ആടിയപ്പോഴാണ് 12-ലെത്തിയത്? 3-ന്ന് 12-ലെത്തണമെങ്കിൽ എത്ര കൂട്ടിയപ്പോഴാണ്? 9 ഇവിടെ കൂട്ടി. 3-നോട് 9 കൂട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 9 കൂട്ടിയപ്പോൾ 3-ന്ന് 12-ല് എത്തി. 9 ആണ് കൂട്ടിയത്, 3-നോട് 9 കൂട്ടി. ഇനി എന്താ പറഞ്ഞത്? സ്ഥാനങ്ങളുടെ മാറ്റത്തെ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ചതാണെന്ന്. സ്ഥാനങ്ങൾ എന്താ മാറിയേക്കുന്നത്? ഏത് സ്ഥാനമാണ് ഇവിടെ? 3 എന്ന് പറയുന്നത് ഏതാ? ഒന്നാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനത്ത് നിന്ന് ആര് കൺവേർട്ട് ചെയ്തിട്ട് എത്ര സ്ഥാനത്തെത്തി? 4ാം സ്ഥാനത്തെത്തി. ഇപ്പൊ സ്ഥാനങ്ങളുടെ മാറ്റം ഇവിടെ എത്രയാണ് കൂടിയേക്കുന്നത്? 1ാം സ്ഥാനത്ത് നിന്ന് എത്ര മതി? 4ാം സ്ഥാനത്തെത്തി. അപ്പൊ ഇത് ഈ സ്ഥാനങ്ങളുടെ മാറ്റത്തെ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ചാന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇവിടെ എന്താണ്? ഏത് കൊണ്ടാണ് ഗുണിച്ചേക്കുന്നത്? ഇപ്പൊ ഒന്നാം പദം എടുത്തു, നമ്മൾ ഒന്നാം പദം എടുത്തു, 3 എടുത്തു. അപ്പൊ ഇവിടെ എത്രയാണ് സ്ഥാനങ്ങളുടെ മാറ്റം? എത്രയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്? ഇവിടെ എത്ര തവണ ഈ 3-നോട് 3 ഇവിടെ എത്തി? 1, 2, 3. ഇവിടെ എത്ര സ്ഥാനം മുന്നോട്ട് പോയി? 3 സ്ഥാനമാണ് മുമ്പോട്ട് പോയേക്കുന്നത്. 3 സ്ഥാനം മുന്നോട്ട് കൂടി. അതായത് ഒന്നാം സ്ഥാനത്ത് നിന്ന് 3 സ്ഥാനം ആഡ് ചെയ്തപ്പോൾ 1 + 3 ചെയ്തപ്പോഴാണ് നമ്മൾ എത്ര 4ാം സ്ഥാനത്തെത്തിയത്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പദങ്ങളിലെ മാറ്റം, പദങ്ങൾ എന്താ പറഞ്ഞേ? 3-ന്ന് 12 എത്തി. എത്രയായി? 9 അവിടെ കൂടിയേക്കുന്നത്. അപ്പൊ 9-നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 12 കിട്ടി. 9 ആണ് എന്താണ് ഇവിടെ? ഒന്നാം പദത്തിൽ നിന്ന്, ഒന്നാം പദം എന്ന് പറഞ്ഞാൽ 3 ആണ്. 3-ൽ നിന്ന് നമ്മൾ എത്രയായി? 12-ലെത്തി. 3-നോട് എത്ര കിട്ടി? 9 കൂട്ടിയപ്പോഴാണ് നമ്മൾ 12-ലെത്തിയത്. അതുപോലെ എത്ര സ്ഥാനം മുന്നോട്ട് പോയപ്പോഴാണ് 12-ലെത്തിയത്? 3 സ്ഥാനം മുന്നോട്ട് പോയപ്പോഴാണ് 12-ലെത്തിയത്. അതായത് 9 + 3 ചെയ്തപ്പോഴാണ് നമ്മൾ എവിടെ എത്തിയത്? 12-ല് എത്തിയത്. 9 + 3 ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 12-ല് എത്തി. അത് നമ്മൾക്ക് വേറൊരു രീതിയിൽ പറയാൻ പറ്റും, വേറൊരു രീതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഏത് സമാന്തര ശ്രേണിയിലും പദങ്ങളുടെ മാറ്റം സ്ഥാനങ്ങളുടെ മാറ്റത്തിന് അനുപാതികമാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ 3 കൊണ്ടാണ് നമ്മൾ ഗുണിക്കുന്നത് അല്ലെ. ഇവിടെ കണ്ടില്ലേ? 1 3 3, 2 3 6, 3 ആണ് ഇവിടെ കൂടി കൂടി വരുന്നത്. അപ്പൊ ഈ 3 ഇങ്ങനെ കൂടി 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 വരുന്നത്. അപ്പൊ ഇവിടെ 4ാം പദത്തിൽ എത്തണമെങ്കിൽ 4-നെ 3 കൊണ്ട് ഗുണിച്ച് 4ാം പദത്തിൽ എത്തില്ലേ? 4 × 3 ചെയ്യുമ്പോൾ എത്ര എത്തും? 12ാം പദം എത്തും. അപ്പൊ ഇവിടെ 4ാം സ്ഥാനത്തുള്ള ആളാണ് 12 എന്ന് മനസ്സിലായില്ലേ? 4ാം സ്ഥാനമാണെങ്കിൽ എന്ത് ചെയ്യും? 12 ആണ്. ഇപ്പൊ ഇവിടെ 10ാം സ്ഥാനത്താണെങ്കിലോ 10 × 3 30. അവിടെ എത്രയാണ്? 30 ആണ് 10 ഇത് വരുന്നത്. എന്താ വെച്ചാൽ എന്താ? 3 എന്താ പൊതു വ്യത്യാസം. 10ാം സ്ഥാനത്തുള്ള ആളെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ എന്ത് ചെയ്തു? 10ാം സ്ഥാനത്തുള്ള ആളെ കിട്ടി. 10 × 3 ചെയ്തപ്പോൾ 10 × 3 10ാം സ്ഥാനത്ത് ഉള്ള ആളെ കണ്ടുപിടിച്ച് എന്താ? 10ാം സ്ഥാനത്തുള്ളതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 10ാം സ്ഥാനത്തുള്ള ആളെ കിട്ടും. അതേപോലെ ഇപ്പൊ ഇവിടെ 1 3 3, 2 3 6, 3 3 3. ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാവും. ഇവിടെ കണ്ടില്ലേ? പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അതായത് പൊതുവ്യത്യാസത്തിന്റെ ഗുണിതങ്ങളാണ് എല്ലായിടത്തും വരുന്നത്. പൊതുവ്യത്യാസം 3 ആണെങ്കിൽ ഇവിടെ ഏത് പദങ്ങൾ തമ്മിൽ കുറച്ചാലും അവിടെ എത്രയാവും? 3-ന്റെ ഗുണിതങ്ങളായിരിക്കും കിട്ടുന്നതെന്നൊരു കാര്യം കൂടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് അത് തന്നെ പറഞ്ഞേക്കുന്നത് ഒരു സമാന്തര ശ്രേണിയിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പദങ്ങളുടെ വ്യത്യാസത്തെ സ്ഥാനത്തിന്റെ വ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ബാക്കി ക്ലിയർ ആയിട്ട് പറയാം. ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാം, അന്നേരം കുറച്ചും കൂടെ ക്ലിയർ ആവും. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 21. അത് തന്നെ, ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം തന്നിട്ടുണ്ട്. 5ാം പദം = 21. ഇനി എന്താണ്? 9ാം പദം തന്നിട്ടുണ്ട്. 9ാം പദം = 41. ഇനി നമുക്ക് ശ്രേണിയിലെ ആദ്യത്തെ പദം വേണം, ശ്രേണിയിലെ 3ാം പദം വേണം. അപ്പൊ ഇവിടെ
നമുക്ക് രണ്ട് രീതിയിൽ, രണ്ടോ മൂന്നോ രീതിയിലൊക്കെ കണ്ടുപിടിക്കാം. അപ്പം ആദ്യം ഇവിടെ വെച്ച് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്ന രീതി നമുക്ക് അതിൽ നിന്ന് നോക്കിയിട്ട്, അല്ലാതെ എളുപ്പമാർഗത്തിൽ സ്ഥാനം മാറുമ്പോൾ പദം മാറുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണോ അതും പറഞ്ഞുതരാം. അപ്പം ഇവിടെ നോക്കിക്കേ, 5-ാം പദമാണ് 9, 21-ാം പദമാണ്. അപ്പം ഇവന് 5-ാമത് കിടക്കും, ഒരു സമാന്തര ശ്രേണി ഉണ്ട്, 5-ാമത് കിടക്കുന്ന ഒരു പദം കിട്ടി. എത്രയാണ്? 21 എന്ന് പറഞ്ഞ ഒരു പദം കിട്ടി. അവിടുന്ന് കുറേ ഇങ്ങനെ പോയി ഫ്രണ്ടിൽ കുറേ എത്തിയപ്പോഴത്തേക്കിന് എത്ര എത്തി? 41-ലെത്തി. ഇനി 5-ാമത് കിടക്കുന്നവന്, ഇവിടെയാണ് 5-ാമത് കിടക്കുന്നവന്, ഇവിടെ എത്രയാണ്? 9-ാമത് കിടക്കുന്നവന്. ഓക്കെ, ഇവിടെ ഇവർ തമ്മിലുള്ള പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ പൊതുവ്യത്യാസം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാനവ്യത്യാസം. അപ്പൊ പദങ്ങൾ തമ്മിലുള്ള കുറയ്ക്കുക. പദങ്ങൾ ഏതൊക്കെയാണ്? 41 ഒരു പദം. അപ്പൊ വലിയ സ്ഥാനത്തുള്ള നിന്ന് ചെറിയ സ്ഥാനത്തുള്ള കുറയ്ക്കണം. അപ്പൊ 41 മൈനസ് 21 ഡിവൈഡ് ബൈ 41 ഏത് സ്ഥാനത്താണ്? 9 മൈനസ് 5-ാം സ്ഥാനത്തുള്ളത്. അപ്പൊ ഇത് തമ്മിൽ കുറയ്ക്കുക. അപ്പൊ 41-ന്ന് 21 കുറയ്ക്കുക, 20/4 എന്ന് വരും. 20/4 എന്ന് പറയുമ്പോൾ 5 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണെന്ന് നമുക്ക് ക്ലിയർ ആവും. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് 5-ാം പദം 21 കിട്ടി. ഈ 5-ാം പദത്തിൽ നിന്ന് എന്ത് തരണം? നമുക്ക് 1-ാം പദത്തിലെത്തണം. 5-ന്ന് 4-ാം സ്ഥാനത്തെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 5 കുറയ്ക്കണം, പിന്നെ 5 കുറയ്ക്കണം, 5 കുറയ്ക്കണം, അങ്ങനെ നമ്മൾ 1-ാം സ്ഥാനത്തെത്തണം. അപ്പൊ 1-ാം സ്ഥാനം, 1-ാം പദം എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നാം പദം കണ്ടുപിടിക്കാൻ പോണേ. 1-ാം പദം ഇസിക്കൽ ടു 4-ാം പദത്തിൽ നിന്ന് 5-ാം പദത്തിൽ നിന്ന് കുറയ്ക്കാൻ പോകുന്നത്. അപ്പൊ 5-ാം പദം മൈനസ് എത്ര തവണ പൊതുവ്യത്യാസം കുറയ്ക്കണം? 5-ന്ന് 1 കുറയ്ക്കുക. എത്ര കിട്ടും? 5-ന്ന് 1 പോയാൽ 4. 4 തവണ പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോൾ നമുക്ക് 1-ാം പദം കിട്ടും. 4 തവണ പൊതുവ്യത്യാസം കുറയ്ക്കണം. അപ്പൊ 4 ഇൻറ്റു പൊതുവ്യത്യാസം. 5-ാം പദത്തിൽ നിന്ന് 5-ാം പദമായ 21-ൽ നിന്ന് മൈനസ് 4 ഇൻറ്റു 5, 4 ഇൻറ്റു പൊതുവ്യത്യാസം ചെയ്യുക. 4 20 കുറയ്ക്കുക. അപ്പൊ എത്രയായി? 1 എന്ന് കിട്ടി. 1-ാം പദം എന്ന് പറയുന്നത് 21-ൽ നിന്ന് 1 കിട്ടി. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി ശ്രേണിയിൽ 3-ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. 1-ാം പദം കിട്ടി, പിന്നെ എന്താ? 5-ാം പദം കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? 3-ാം പദം വേണം. 3-ാം പദം എന്ന് പറയുന്നത് ഇന്നലെ ഏത് വേണേലും എടുക്കാം കേട്ടോ. ഇപ്പൊ 1-ാം പദം നമ്മൾ കിട്ടിയല്ലോ. അപ്പൊ 1-ാം പദത്തിനോട് എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണം? 3-ാം പദം എത്തണ്ടേ. ഇപ്പൊ 1-ാം പദത്തിൽ നിന്ന് 1 കൂട്ടുമ്പോൾ 2-ലെത്തും, 2 കൂട്ടുമ്പോൾ 3-ലെത്തും. ഇപ്പൊ എത്ര കിട്ടണ്ടേ? 2 കൂട്ടുക. അതായത് 3-ന്ന് 1 കുറയ്ക്കുക. 2 തവണ പൊതുവ്യത്യാസം കൂട്ടുക. 2 ഇൻറ്റു 5, 1 പ്ലസ് 10, 11 എന്ന് വരും. ഓക്കെ, അല്ലെ നമുക്ക് 5 കൂട്ടി പോയാലും മതി. 1-ാം പദത്തിൽ 5, 5 1 6, 6 ആവും. 2-ാം പദം 6 5 11 ആവും. ഇനി ഇത് നമുക്ക് വേറൊരു രീതി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ആദ്യം 5-ാം പദം നമുക്ക് എഴുതി. 5-ാം പദം എഴുതി. എത്രയാണ്? 21 കിട്ടി. ഇനി നമ്മൾ എന്താണ്? 9-ാം പദം എഴുതി. ചില സമയത്ത് ഈ ഒരു മെത്തേഡാണ് എളുപ്പം കേട്ടോ. ചില ശ്രേണികൾ വരുമ്പോൾ പോയിന്റ് ഉള്ള ശ്രേണികളൊക്കെ വരും. അതായത് ഭിന്നസംഖ്യകൾ പൊതുവ്യത്യാസമായിട്ടൊക്കെ തരും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇതാണ് ചെയ്യാൻ എളുപ്പം. അപ്പൊ ഇവിടെ നിന്ന് നമ്മളോട് ഇനി എന്താ ചോദിച്ചത്? 1-ാം പദമാണ് ചോദിച്ചത്. അപ്പൊ 5-നോട് 1-ാം പദം എവിടെ എഴുതണ്ടേ? മുകളിൽ എഴുതാം അല്ലെ. 1-ാം പദമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ 1-ാം പദം 5-നെക്കാട്ടും കുറവായതുകൊണ്ടാണ് മുകളിൽ എഴുതിയത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ 5 4, 9-ന്ന് 5-ാം പദത്തിൽ എത്താൻ എത്ര ചെയ്തു? 4 ഇവിടെ കുറച്ചിരിക്കുന്നു. ഇനി 5-ാം പദത്തിൽ നിന്ന് 1-ാം പദത്തിലെത്താനോ? അതും 4 തന്നെയല്ലേ കുറച്ചിരിക്കുന്നേ. 5-ന്ന് 1-ലെത്തണമെങ്കിൽ, അതായത് 1-നോട് 4 കൂട്ടിയപ്പോൾ 5-ലെത്തി, 5-നോട് 4 കൂട്ടിയപ്പോൾ 9-ലെത്തി. ഇനി ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് നോക്കുക. എത്ര വീതമാണ് ഇവിടെ പദങ്ങള് കുറഞ്ഞേക്കുന്നതെന്ന് നോക്കുക. ഇവിടെ 41-ന്ന് 21 എത്തി. എത്ര കുറച്ചു? 20 കുറച്ചു. 21-ന്ന് ഇവിടെ 1-ാം പദത്തിൽ എത്തണമെങ്കിൽ എത്രയാണ് കുറയ്ക്കുന്നത്? ഈ 20 തന്നെ. 21-നോട് 21-ൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്ന നോക്കാം. 21-ന്ന് 20 കുറയ്ക്കുമ്പോൾ എത്ര? 1. അതെ, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഈ 1-ാം പദത്തിന് 5-ാം പദത്തിന് ഇടയിലുള്ളത് അത് നമുക്ക് മറ്റേ രീതിയിൽ കണ്ടുപിടിക്കാം. പക്ഷെ അല്ലാതെയാണെങ്കിലും ഇവിടെ നോക്കിക്കേ, ഇവിടെ 1-ാം പദമുണ്ട്. ഓക്കെ, 1-ാം പദം ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് 3-ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്.
മൂന്നാം പദം ഈക്വൽ ടു കണ്ടുപിടിക്കണം. ഇവിടെ നടുക്ക് നമുക്ക് എത്ര അറിയാം? അഞ്ചാം പദം അറിയാം. അഞ്ചാം പദം ഈക്വൽ ടു 21. ഇവിടെ നോക്കിക്കേ, ഈ ഒന്നാം പദം മൂന്നാം പദം, ഇവിടുന്ന് ഒന്നാം പദത്തിൽ ഇവിടുന്ന് എത്രയാണ് കൂട്ടിയേക്കുന്നത്? 2. ഇവിടുന്ന് എത്രയാണ് കൂട്ടിയേക്കുന്നത്? 2. അപ്പം ഇവിടുത്തെ തമ്മിൽ എത്രയാണ് കൂട്ടിയേക്കുന്നത്? 20. അപ്പം ഇവിടെ എന്താണ് കൂട്ടണ്ടേ? അതായത് ഈ 20 ഇവിടെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ? 20 ടോട്ടൽ കൂട്ടിയേക്കുന്നത്. അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? 10 കിട്ടും. ഇവിടെയും 10. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്ര കിട്ടും? അതായത് ഈ പൊതുവ്യത്യാസത്തിന് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് 20. അതെന്ത് ചെയ്തു? രണ്ട് അവിടെ ഇടയ്ക്ക് ഒരു നമ്പറും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഉള്ള രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പം പൊതുവ്യത്യാസം എന്ത് ചെയ്തു? ഈ 20 എന്നുള്ളത് 2ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഈ നടുക്കുള്ള പദം എത്രയായിരിക്കും? അതായത് 1നോട് 10 കൂട്ടുക, എത്ര കിട്ടും? 11 എന്ന് കിട്ടും. ഓക്കെ, ആ ഒരു രീതിയിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇതിന് വേറൊരു ഇതും കൂടെ ഉണ്ട്, മധ്യപദം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഉണ്ട്. അത് മിസ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അത് പറയുമ്പോൾ അതും കൂടെ ക്ലിയർ ആവുന്നതായിരിക്കും. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ നാലാം പദം 61. എത്രയാണ് തന്നിരിക്കുന്നത്? നാലാം പദം 61, ഏഴാം പദം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എഴുതുക നാലാം പദം 61, ഏഴാം പദം 31. നമുക്കിനി എന്താണ് കണ്ടുപിടിക്കുന്നത്? ശ്രേണിയിലെ 10ആം പദം. 10ആം പദം കണ്ടുപിടിക്കണം. പിന്നെ എന്താണ്? ശ്രേണിയിലെ ആദ്യ പദം കണ്ടുപിടിക്കണം. അതായത് ഒന്നാമത്തെ പദം. ഒന്നാമത്തെ പദമാണല്ലോ ആദ്യ പദം. ഇവിടെ നോക്കിക്കേ, ഈ നടുക്കുള്ള ഇത് നോക്കിക്കേ. ഇവിടെ എത്രയാണ്? 4ഉം 7ഉം ആണ് അടുത്തടുത്തുള്ള അല്ലേ? 4ഉം 3നോട് കൂട്ടിയപ്പോൾ 3 കൂട്ടിയപ്പോൾ 7ലെത്തി. 7നോട് 3 കൂട്ടിയപ്പോൾ 10ലെത്തി. അപ്പം 4ൽ നിന്ന് 3 കുറച്ചപ്പോഴാണ് 1ലും എത്തിയത്. ഓക്കെ, ഇവിടെ എത്രയാണ്? ഇവിടെ രണ്ടും കൂട്ടിയേക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ തമ്മിൽ എത്രയാണോ ഇവിടത്തെ കുറഞ്ഞേക്കുന്നത്, ഇപ്പം ഇവിടെ കുറഞ്ഞേക്കുന്നത് എത്രയാണ്? 3 വീതമാണ് കൂട്ടിയേക്കുന്നത്. അപ്പം ഇവിടെ എത്രയാണോ വീതം കുറയോ കൂടുകയോ ഒക്കെ ചെയ്തേക്കുന്നത്, അത് തന്നെയായിരിക്കും ഇപ്പുറത്തെ തമ്മിലുള്ള വ്യത്യാസവും വരുന്നത്. അപ്പം ഇവിടെ 61ൽ നിന്ന് 31ലാണ് എത്തിയത്. എന്ത് ചെയ്തു? നാലാം പദത്തിൽ നിന്ന് ഇവിടെ എന്ത് ചെയ്യുക? കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര കുറഞ്ഞു? 61ൽ നിന്ന് 31 എത്തണമെങ്കിൽ 30 കുറഞ്ഞു. ഇവിടെ 30 കുറഞ്ഞു. അപ്പോൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും 30 കുറയുകയല്ലേ? അപ്പോൾ 30 ഇവിടെ എന്ത് ചെയ്യണം? -30 ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യണം? 31 - 30 എന്ന് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 31ൽ നിന്ന് -30 കുറയുമ്പോൾ ഇവിടെ 1 എന്ന് കിട്ടും. അപ്പോൾ ഒന്നാം പദം 1ആയി. ഇനി അടുത്ത് എന്താണ് കണ്ടുപിടിക്കുന്നത്? നേരെ തിരിച്ച് പുറകിലോട്ട് പോകണം. ഇപ്പം പുറകിലോട്ട് പോകുമ്പോൾ എന്താ? ഇങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞു പോവുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക? കൂടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുവാണെങ്കിൽ കുറയണം, കുറയുവാണെങ്കിൽ കൂടണം എന്ന് ഓർത്തുന്നു. അതായത് നാലാം പദം 61ആണ്, ഏഴാം പദം 31ആണ്. 4 എന്താണ്? സ്ഥാനങ്ങൾ അവിടെ കൂടിക്കൂടിയോ പോകുന്നത്? 4ൽ നിന്ന് 7ലെത്തി അല്ലേ? 4 കഴിഞ്ഞ് കൂടുതൽ തന്നെ 7. 61ൽ നിന്ന് എന്ത് ചെയ്തു? 31ലോട്ട് കുറയുവാണ് ചെയ്തത്. ഇവിടെ എന്താണ്? കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ കൂട്ടണം. പിൻ 61നോട് 31, 30 കൂട്ടണം. 60, 90, 91 എന്ന് വരും. അത് ഒന്നിലെ ഇങ്ങനെ ചെയ്താൽ മതി. 61 + 30 ചെയ്താലും മതി. 61, 30 രണ്ടും കൂടെ ഇങ്ങനെ എഴുതി കൂട്ടുകയെ ചെയ്യാം. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. കണ്ടല്ലേ? 2 സ്റ്റെപ്പിൽ ആൻസർ നമുക്ക് കിട്ടുന്നു. ഇനി അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ ഒരു സമാന്തര ശ്രേണിയിലെ പദമാണോ എന്ന് നോക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ നമുക്ക് തരുന്ന സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യ എന്ത് ചെയ്യണം? ആദ്യ പദം. ഇതിപ്പോൾ 2-3 മെത്തേഡ് ഉണ്ട് കേട്ടോ. പല സ്കൂളിലും പല രീതിയിൽ നോക്കും. ഒരു പദമാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പല രീതിയിൽ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു സംഖ്യ ഒരു സമാന്തര ശ്രേണി എടുത്തിട്ട് നമുക്ക് നോക്കാം. ഒരു സമാന്തര ശ്രേണി 4, 7, 10, 13 ഇതൊരു സമാന്തര ശ്രേണിയാണല്ലോ. ഇവിടുത്തെ പൊതുവ്യത്യാസം എത്ര വരും? പൊതുവ്യത്യാസം 3 വരും. അപ്പോൾ ഇവിടുത്തെ ആദ്യ പദം നമുക്കറിയാം 4ആണെന്നറിയാം. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ഒരു സംഖ്യ തന്നു. സപ്പോസ് 362. ഈ 362 ഈ ശ്രേണിക്കകത്തുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം 4, 3, 7, 10, 13, 13 അങ്ങനെ കൂട്ടിപ്പോയിട്ട് 362 കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കൽ നല്ല റിസ്ക് ആണ്, നല്ല ടൈം വേണം. ഒന്നും അത് എന്ന് വെച്ചാൽ ചില സമയത്ത് പോസിബിൾ ആവുമല്ലോ.
അപ്പം അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ഉള്ളപ്പോൾ എന്നല്ല, ഇങ്ങനെ തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ തരുന്ന സംഖ്യയിൽ നിന്ന് പൊതുവ്യത്യാസം ആദ്യത്തെ പദം കുറയ്ക്കുക. പൊതുവ്യത്യാസം ആദ്യത്തെ പദം കുറയ്ക്കുക. എത്ര കുറച്ചേ? 4 ആദ്യ പദം. അപ്പോൾ 362 നിന്ന് 4 കുറയ്ക്കുക. എത്ര കിട്ടും? 362 4 കുറയ്ക്കുമ്പോൾ 358 കിട്ടും. 358. ഇനി എന്ത് ചെയ്യുക? 4 കുറച്ചിട്ട് അതിനെ പൊതുവ്യത്യാസം കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. ഇതിനെ 4 കിട്ടിയപ്പോൾ പൊതുവ്യത്യാസം കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൻ പോണേ 3 ഒരു 3 3 0 പിന്നെ 5 അടുത്തെഴുതി. 5-നകത്ത് എത്ര 3 ഉണ്ട്? ഒരു 3 ഉണ്ട്. 3 3 പിന്നെ 2 വരുന്നത്. പിന്നെ 28 വരും. 28 എന്തായാലും പറ്റൂലല്ലോ. എട്ട് ഇൻറ്റു 3 9 ഇൻറ്റു 3 27 ഉണ്ടല്ലോ. 9 ഇൻറ്റു 3 27. ഓക്കെ, ഇവിടെ എത്ര ശിഷ്ടം വന്നു? 1 ശിഷ്ടം വന്നു. പിന്നെ ഇതെന്താണ്? ശിഷ്ടം ഇവിടെ 1 വന്നു. ശിഷ്ടം ഇവിടെ 1 വന്നപ്പോൾ എന്താ പറ്റുന്നത്? എന്താണ് അതിൻ്റെ അർത്ഥം? ശിഷ്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 362 ഈ ഒരു സമാന്തര ശ്രേണിയിലെ പദമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. 362 ഈ ഒരു ശ്രേണിയിലെ പദം അല്ല. അപ്പം ഇതാണ് പദമാണോ എന്ന് നോക്കുന്നത്. പദമാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പിന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അതായത് ഇവിടുത്തെ ഈ ഒരു സമാന്തര ശ്രേണിയിൽ 3 കൊണ്ട്, അതായത് ഈ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ഏത് പദത്തിനെ ഹരിച്ചാലും എല്ലാവരുടെയും ശിഷ്ടം ഒന്നായിരിക്കും. ഒരേ നമ്പറായിരിക്കും ശിഷ്ടം വരുന്നത്. അപ്പം ഇവിടെ ഒന്നാമത്തെ പദം ഏതാ? 4. 4നെ 3 കൊണ്ട് ഹരിച്ചാൽ അവിടെ എന്താണ്? 3 കഴിഞ്ഞ പിന്നെ 1 അവിടെ ശിഷ്ടമായിട്ട് വരും. എന്താണ്? 1 ശിഷ്ടം ആയിട്ട് വരും. ഇപ്പം ഇവിടെ 10നെ ഹരിച്ചാലും 13നെ ഹരിച്ചാലും ഒക്കെ എന്ത് ചെയ്യുന്ന? 13നെ 3 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം എന്തായിരിക്കും? 3 12. അതായത് നമ്മുടെ അറിയാം, നമുക്ക് 3ന്റെ ടേബിളിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള നമ്പറാണ് ഇവിടുത്തെ ശ്രേണി എന്ന് പറയുന്നത്. അതായത് 4 എന്ന് പറയുന്നത് എന്താ? 3നോട് 1 കൂട്ടി, പിന്നെ 6നോട് 1 കൂട്ടി, 9നോട് 1 കൂട്ടി, 12നോട് 1 കൂട്ടി, അങ്ങനെയാണ് ഈ ശ്രേണി പോകുന്നത്. ഇപ്പം ഇവിടെ എല്ലാം ശിഷ്ടം എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പം നമുക്ക് തരുന്ന നമ്പർ ഇപ്പം 368 തന്നെയാണെങ്കിൽ 368നെ 3 കൊണ്ട് ഹരിച്ചു നോക്കണം. 1 3 3 6 1 3 3 2 3 6 പിന്നെ എന്താണ്? 8 2 3 6. ശിഷ്ടം എത്ര വന്നു? 2 വന്നു. ഇവിടെ എന്താണ്? ശിഷ്ടം 2 വന്നിരിക്കുന്നത്. ശിഷ്ടം 2 വന്നുകൊണ്ട് ഈ ഒരു 368 ശ്രേണിയിലെ പദമല്ലാതെ നമുക്ക് പറയാൻ പറ്റി. ഓക്കെ, ഇനി ഒരു സംഖ്യ തന്നു. ഇപ്പം ഇവിടെ ശിഷ്ടം ഇല്ലെങ്കിൽ ശിഷ്ടം 2 രീതിയിലും ചെയ്തു. അപ്പോൾ അത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഒരു സംഖ്യ തന്നിട്ട് ഈ ഒരു സമാന്തര ശ്രേണിയിലെ പദമാണെന്ന് പറഞ്ഞു. 334 ഈ ഒരു സമാന്തര ശ്രേണിയിലെ പദമാണ്. എന്നിട്ട് ചോദിച്ചു എത്രാമത്തെ, ഏത് സ്ഥാനത്താണ് ഈ പദം എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് പദമാണോ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? 334നെ 4 ഒന്നാം പദം കുറച്ചു. ഒന്നാം പദം കുറച്ചപ്പോൾ എത്ര കിട്ടി? 330 കിട്ടി. 330 കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ? ഈ ഒരു 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമെന്നറിയാം. ഓക്കെ, അപ്പം നമുക്കറിയാം പദമാണെന്ന് മനസ്സിലായി. ഇനി 330നെ 3 കൊണ്ട് ഹരിച്ചു നോക്കുക. എത്ര കിട്ടും? ഇവിടെ വെട്ടിക്കളയാൻ പറ്റും അല്ലേ? ഒരു ഇതിനെ ഇങ്ങനെ വെട്ടാൻ പറ്റും. ഒരു 3 3 ഒരു 3 3 ഈ 0 എടുത്ത് എഴുതി. 110 ആൻസർ വന്നു. ഇങ്ങനെ 110 ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദം എന്ന് ചോദിച്ചാൽ ഈ 110നോട് എന്ത് ചെയ്യുക? ഒരു നമ്പർ ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്താൽ മതി. കൂടുതലൊന്നും ആഡ് ചെയ്യില്ല, 1 ആഡ് ചെയ്യുക. എത്ര കിട്ടി? 111 കിട്ടി. അത് നമുക്ക് മനസ്സിലാവും 111 പദമാണ് ആര്? 111 പദമാണ് നമ്മുടെ 334 എന്ന് പറയുന്ന നമ്പർ. ഇങ്ങനെയാണ് പദമാണോ ചെക്ക് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഇനി നമ്മുടെ സമാന്തര ശ്രേണി തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 2-3 കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന്, അവിടെ പദങ്ങൾ തന്നിട്ട് തുകയുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. അതായത് മധ്യപദം കണ്ടുപിടിക്കുക, പദങ്ങളുടെ എണ്ണം, മധ്യപദം കണ്ടുപിടിക്കുക, പിന്നെ പദങ്ങളുടെ തുക തന്നിട്ട് മധ്യപദം കണ്ടുപിടിക്കുക. ആ ഒരു രീതിയിൽ നമ്മളോട് ചോദിക്കും. അപ്പം നമ്മൾക്ക് കുറച്ച് നമ്പർ തരും.
പദങ്ങളുടെ ബന്ധങ്ങളാണ് കേട്ടോ. പദങ്ങളുടെ തുകയും ബന്ധങ്ങൾ ഇത് ഒരു സമാന്തര ശ്രേണി തന്നെ നമുക്ക് എടുക്കാം. 2, 5, 8, 11, 17, 20, 23, 26, 29. ഓക്കെ, ഞാൻ കുറേ ശ്രേണിയിൽ കുറേ നമ്പർ എഴുതിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കൺസെപ്റ്റുകളൊന്നും ക്ലിയർ ആകാൻ വേണ്ടി അങ്ങ് എടുത്തതാണ്. നമുക്ക് ഈ ഒരു സമാന്തര ശ്രേണിയിൽ ആദ്യം പറയുന്നത് വെച്ചാൽ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് മധ്യപദത്തിനെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതായത് മധ്യപദം കിട്ടണമെങ്കിൽ പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഓക്കെ, മധ്യപദം കിട്ടുന്ന പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മധ്യപദം കിട്ടും. ഓക്കെ, ഇവിടെ ഏകദേശം സപ്പോസ് ഇവിടെ 5 നമ്പർ എടുത്തു. 1, 2, 3, 4, 5. അപ്പം ഈ ഒരു ഇത് സാധ്യമാവണമെങ്കിൽ ഇപ്പം മധ്യപദം എന്നൊക്കെ പറയുന്നത് ഈ കുറേ പദങ്ങളുണ്ടെങ്കിൽ 5 നമ്പർ ഉണ്ടെങ്കിൽ മധ്യത്തിൽ വരുന്ന ഇവിടെ നടുക്ക് കിടക്കുന്ന നമ്പർ ഏതാ? 8 ഇവിടെ നടുക്ക് കിടക്കുന്ന നമ്പർ. ഇവനാണ് നടുക്ക് കിടക്കുന്ന നമ്പർ. ഇപ്പം ഇരട്ട സംഖ്യ ആണെങ്കിൽ അങ്ങനെ നടുക്ക് കിടക്കുന്ന നമ്പർ വരുമോ? ഇപ്പം ഇവിടെ ഒരാളെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നടുക്ക് ഒരാൾ പറ്റുമോ? ഇല്ല, ഇവിടെ നടുക്ക് 2 പേരല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ വരുന്നതാണ് ആദ്യം നോക്കുന്നത്, ഒറ്റ സംഖ്യകളുടെ കേസ്. ഇവിടെ 5 പദങ്ങൾ എടുത്തു, നടുക്കാരാണ് 8. ഇപ്പം ഈ നടുക്ക് കിടക്കുന്നത് എന്താ വെച്ചാൽ പദങ്ങളുടെ തുക, അതായത് ഇവിടുന്ന് ഈ 2 മുതൽ 14 വരെയുള്ള ഈ ഒരു സമാന്തര ശ്രേണി എടുത്തു. അപ്പം അവിടുത്തെ ടേംസ്, അതായത് പദങ്ങൾ ഏതൊക്കെയാണ്? 2, 5, 8, 11, 14. അപ്പം ഇതിൻ്റെ തുക എന്ന് പറയുന്നത് ഈ നടുക്കത്തെ 8നെ ഇവിടെ എത്ര പേരാണുള്ളത്? 1, 2, 3, 4, 5. 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഈ എല്ലാവരെയും ഈ 5 പേരെ തമ്മിൽ കൂട്ടുന്ന തുക കിട്ടുമെന്ന്. അതായത് 8 × 5 എത്രയാണ്? 40 ആണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 40 ആയിരിക്കും ഈ പദങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതെന്നാണ് നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ്. അതായത് 2 + 5 + 8 + 11 + 14. കൂട്ടി നോക്കിയാലോ? 5, 2, 7, 7, 14, 15, 15, 26, 26, 14 എത്രയാ? 39, 40 എന്ന് കിട്ടി. കണ്ടോ? അപ്പം എന്താണ് ഇവിടെ പറഞ്ഞത്? നടുവിലത്തെ മധ്യപദത്തിനെ ആ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ ആ തുകകളെല്ലാം കിട്ടും. അന്നേരം തിരിച്ചും നമുക്ക് മനസ്സിലാവൂലേ? എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാവരുടെയും തുക തന്നിട്ടുണ്ട്. 40 തുക എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മധ്യപദം, അതായത് ഒരു സമാന്തര ശ്രേണിയിലെ 5 പദങ്ങളുടെ തുക 40 ആണെങ്കിൽ മധ്യപദം എന്ന് പറയുന്നത് എന്താ? 5 പദങ്ങൾ എന്ന് പറഞ്ഞാൽ മധ്യപദം, ചിലപ്പോൾ മധ്യപദം എന്താണെന്നായിരിക്കുമല്ലോ ചോദിക്കുക. 3-ാം പദം എത്രയാണെന്ന് ചോദിക്കുള്ളൂ കേട്ടോ. അപ്പം 5 പദങ്ങളാണെങ്കിൽ 3-ാം പദമായിരിക്കും. 5 പദങ്ങളുണ്ട്, 5 പേരുണ്ടെങ്കിൽ 3-ാമനായിരിക്കും മധ്യപദം എന്ന് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 5നോട് 1 കൂട്ടുക. അപ്പം എത്ര കിട്ടി? 6 കിട്ടി. 6ന്റെ പകുതി എത്രയാ? 3. അപ്പം അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഏതൊരു ഇരട്ടസംഖ്യ എടുത്താലും അതിനോട് 1 കൂട്ടിയിട്ട് അതിന്റെ പകുതി കണ്ടുപിടിച്ചാൽ അതാണ് മധ്യപദം. അപ്പം ഇവിടെ മധ്യപദം എത്ര? 3-ാം പദം. എങ്ങനെ കിട്ടുന്നേ? 40നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. അതാണ് നമ്മുടെ 3-ാം പദം. അതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം ഇവിടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ മധ്യപദം ഉണ്ടല്ലോ. ഈ മധ്യപദം 8 എടുത്താൽ 8ന്റെ തൊട്ടപ്പുറം ഇപ്പുറമുള്ള നമ്പറില്ലേ, ഒരേ സ്ഥാനം പോകണം. 8ൽ നിന്ന് ഒരേ സ്ഥാനം. 2, 5, 8, 11, 14. ഇതിൽ നിന്ന് 8 എടുത്താൽ 8ന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന നമ്പർ 8നോട് 1 കുറച്ചപ്പോൾ 8ന്റെ അവിടുത്തെ സ്ഥാനത്തിൽ നിന്നാണ് 1 കുറയ്ക്കുന്നത്. 1 കുറച്ചു, ഇവിടെ 1 കൂട്ടി. ഇപ്പം എന്താണ്? ഏതൊക്കെ നമ്പറാണ്? 5, 11. അതായത് ഇത് 3-ാം പദം ആണ്. ഇവിടെ എന്താണ്? 2-ാം പദവും 4-ാം പദവും. ഈ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 11, 5, 16 കിട്ടും. അതെന്ന് പറയുന്നത് ഈ 8ന്റെ പകുതി ആയിരിക്കും, 8ന്റെ ഇരട്ടി ആയിരിക്കും. ഈ 2 നമ്പർ കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയുടെ പകുതി ആയിരിക്കും ആര്? ഈ നടുക്ക് കിടക്കുന്നത്. അത് നമുക്ക് എവിടെ രീതിയിലും നോക്കാം.
അപ്പോൾ ഇവിടെ നമുക്ക് 20 എടുത്തു. 20 എന്ന് പറയുന്നത് ആരാണ്? 20ൻ്റെ തൊട്ടപ്പുറം ഇപ്പുറം ഉള്ള എടുത്താൽ 20ൻ്റെ തൊട്ടപ്പുറം 17ഉം 23ഉം ഇത് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 40 കിട്ടും. 40ൻ്റെ പകുതിയാണ് 20. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ 14ഉം 26ഉം എടുത്തു. അത് രണ്ടും കൂടെ കൂട്ടിയാലോ 26ഉം 14ഉം എത്രയാണ്? 40. 40ൻ്റെ പകുതിയാണ് ഇത്. അപ്പം 20 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്പർ. അതിൻ്റെ നേരെ ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ 20ൻ്റെ അവിടെ കിടക്കുന്ന 20 എന്ന് പറയുന്നത് എത്രാമത്തെ സ്ഥാനമാണ് ഇവിടെ? 1 2 3 4 5 6 7 സ്ഥാനമാണ് 20. ഇതാണ് 7ആണ് 20. 7ൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇത് 6 ആയിരിക്കുമല്ലോ. ഇത് എത്രയായിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ 8ഉം 6ഉം 8ഉം 6ഉം എത്രയാണ് കൂട്ടുമ്പോൾ? 8ഉം + 6 14ആണ്. 14ൻ്റെ പകുതി എത്രയാണ്? 7ആണ് കിട്ടിയേക്കുന്നത്. കണ്ടോ? ആ 7 ആയിരിക്കും നടുക്കുള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ 14 എന്ന് പറയുന്നത് എന്താണ്? ഈ 6നോട് ഒന്ന് കുറച്ച് 5ഉം ഇവിടെ 8നോടൊന്ന് കൂട്ടി 9ഉം 9ഉം 5ഉം എത്രയാ? അതും 14 തന്നെയാണ്. ഇവിടെ 3ആണ്, അല്ല 4ആണ്, ഇവിടെ 3ആണ്. അപ്പോൾ ഇവിടെ 4ഉം ഇവിടെ 10ആണ്. 10ഉം 4ഉം എത്രയാ? 14. 3ഉം 11ഉം എത്രയാ? അതും 14. അപ്പോൾ അതിൻ്റെ എല്ലാം നടുക്കുള്ള സംഖ്യ എന്ന് പറയുന്നത് എന്താ? ഇത് സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പറിൻ്റെ പകുതിയാണ് നടുക്കുള്ള മധ്യത്തിൽ വരുന്ന സ്ഥാനം. അപ്പോൾ അത് മനസ്സിലായാലും 1-2 പ്രാവശ്യം കൂടെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് തന്നെ കാണുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? ഈ സ്ഥാനങ്ങളിലെ തുകകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയുടെ പകുതിയാണ് ഈ നടുക്ക് വരുന്ന ഈ നമ്പർ എന്ന് പറയുന്നത്. 20ൻ്റെ തൊട്ടടുത്ത് 17 തൊട്ട് ഫ്രണ്ടിലോ 23. രണ്ടുപേരും തമ്മിൽ കൂട്ടുമ്പോൾ 40. 40ൻ്റെ പകുതി 20 കിട്ടും. അതേപോലെ ഇവിടെയും കണ്ടില്ലേ 4ാം സ്ഥാനത്തുള്ള ആളെയും 10ാം സ്ഥാനത്തുള്ള ആളെയും കൂടെ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 4ഉം 10ഉം 11ഉം 29. 29 1 30, 30 40. അതും 40 തന്നെ കിട്ടും. അതേപോലെ തന്നെ ഈ 8ാമനെയും 32നെയും ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? അതും 32 8 എത്ര? 40. അതിൻ്റെ പകുതിയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരേ വ്യത്യാസത്തിൽ വരുന്ന, ഇപ്പോൾ ഒരു മധ്യത്തിൽ കിടക്കുന്ന ഒരു നമ്പറിൻ്റെ അപ്പുറം ഇപ്പുറം ഒരേ ദൂരമാണെങ്കിൽ ആ ദൂരത്ത് കിടക്കുന്ന 2 നമ്പർ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് ഈ നടുക്ക് കിടക്കുന്ന ആളുടെ ഇരട്ടിയായിരിക്കും. അപ്പം ഇത് നമ്മൾ ഒറ്റസംഖ്യകളുടെ കേസിൽ വരുമ്പോൾ, നമ്മൾ ഇരട്ടസംഖ്യകളുടെ കേസിൽ എടുത്താലോ, ഇരട്ടസംഖ്യ വരുമ്പോൾ അവിടെ എന്താവും? ജോഡികളായിട്ട് മാറും. അപ്പം അവിടെ എന്താവും? ജോഡികളായിട്ട് മാറും. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ഒരു ജോഡികളായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ഇപ്പോൾ ഒരു സമാന്തര ശ്രേണി തന്നെ നമുക്ക് എടുത്ത് നോക്കാം. 2 4 6 8 10 12 14. ഇത് എത്ര നമ്പർ ഉണ്ട്? 3 14. ഒന്നും കൂടെ കൊടുക്കാം. 16. ഇവിടെ 8 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര നമ്പേഴ്സ് ആണുള്ളത്? എത്ര ടേംസ്, എത്ര പദങ്ങളുണ്ട്? ഇവിടെ 1 2 3 4 5 6 7 8. 8 പദങ്ങളുണ്ട്. 8 പേരെ എന്ത് ചെയ്യും? 2 പേരെ ആക്കിയാൽ എത്ര ഉണ്ടായിരിക്കും അവിടുത്തെ ജോഡികൾ? 8ൻ്റെ പകുതി ആയിരിക്കും അവിടുത്തെ ജോഡികളുടെ എണ്ണം. എത്ര ജോഡികളുണ്ടാവും? 4 ജോഡികളുണ്ടാവും. ഇനി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജോഡികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ 8 പേരെടുത്താൽ അവിടുത്തെ നടുക്കുള്ള ജോഡികൾ ആരൊക്കെയായിരിക്കും? അതെന്താ വെച്ചാൽ 8ൻ്റെ പകുതി കാണുക 4. 4ാമത്തെ ആൾ എടുക്കുക. 4ാം പദം 8 1. 4ാം പദം ഇവിടെ 8ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ആളും കൂടെ എടുക്കുക. അത് 10. ഇവർ രണ്ടുപേരുമാണ് കൃത്യം നടുക്ക് കിടക്കുന്ന ആൾക്കാർ. ഇവരാണ് കൃത്യം നടുക്ക് സെൻട്രൽ കിടക്കുന്ന ആൾക്കാർ. അപ്പം ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കിക്കേ, ഇവിടെ 10ഉം 8ഉം എത്രയെ കൂട്ടുമ്പോൾ 18 കിട്ടുന്നു. അതേപോലെ ഈ ജോഡികളുടെ തൊട്ട് പുറയിലുള്ള ഈ 2 ജോഡികൾ എടുത്താലോ, അതായത് ഇവിടെ എത്രയാണ്? 4ാമനും 5ാമനുമാണ്. ഇവിടെ 4ഉം ഇവിടെ 5ഉം. ഇപ്പം ഇവിടെ എത്രയായിരിക്കും? 3ഉം ഇവിടെ 6ഉം. ഇവിടെ നോക്കിക്കേ, 5ഉം 4ഉം എത്ര കൂട്ടുമ്പോൾ 9 കിട്ടി. ഇവിടെ 6ഉം 3ഉം 9 കിട്ടി. പിന്നെ ഏതായിരിക്കും? 2ഉം 7ഉം 9 കിട്ടും. പിന്നെ 1ഉം 8ഉം 9 കിട്ടും. ഉണ്ടോ? ഏതൊക്കെ കൂട്ടുമ്പോഴാണോ 9 കിട്ടുന്നത് അവരായിരിക്കും ഇവിടുത്തെ ജോഡികൾ വരുന്നത്. ഇവിടെ കണ്ടില്ലേ? ഇത് രണ്ടും ജോഡികളുടെ തുകയെല്ലാം നോക്കിക്കേ, 6ഉം
12 12 6 എത്രയാ 18 14 4 18 16 2 18. അപ്പൊ ജോഡികളുടെ തുക 18 ആവും. അപ്പൊ ഇവിടെ എത്ര 18 ഉണ്ടെന്ന് നോക്കിയാൽ എത്ര ജോഡികളാണ് ഉള്ളത്? 18 ഇൻറ്റു എത്ര ജോഡികളാണ് ഉള്ളത്? 4 ജോഡികളുണ്ട്. അപ്പൊ 18 ഇൻറ്റു 4 എത്രയാണ്? 4 ഇൻറ്റു 8 32 2 4 4 3 7 72 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ ഈ തുക ഇതെല്ലാവരെയും കൂട്ടുമ്പോൾ 72 കിട്ടുന്നത്. അതായത് 2 4 6 2 4 6 6 4 10 8 2 10 10 10 20 30 30 30 അപ്പോൾ 50 50 10 60 60 70 72. ഇതെല്ലാവരും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 72 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മുടെ തുക 72 തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് പറയണ്ടേ? 72 ഉണ്ടെങ്കിൽ 72 എത്ര ജോഡികളാണ് ഇവിടെ? 72 4 ജോഡികളാണ്. 4 പേർക്ക് തുല്യമായിട്ട് കൊടുക്കുന്നു. 72/4 18. ഒരു ജോഡിക്ക് 18 വീതം കിട്ടും. അപ്പൊ ഇവിടെ കണ്ടോ 18 വീതം കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 4-ാം പദം 8 ആണെങ്കിൽ 5-ാം പദം 10 ആണെന്ന് കണ്ടുപിടിക്കത്തില്ലേ? കാരണം 4ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 18 ആണ് കിട്ടുന്നത്. ആ ഒരു രീതിയിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഒരു സമാന്തര ശ്രേണിയിലെ 1-ാം പദം തന്നിട്ടുണ്ട്. ഒരു സമാന്തര ശ്രേണിയിലെ 1-ാം പദം തന്നിരിക്കുന്നത്. 1-ാം പദം എത്രയാണ്? 5 തന്നിട്ടുണ്ട്. ആദ്യത്തെ 6 പദങ്ങളുടെ തുക തന്നു. ഇപ്പൊ എത്രയാണ്? 1 2 3 4 5 6. ഈ 6 പദങ്ങളുടെ തുകയാണ് നമുക്ക് എത്ര തന്നേക്കുന്നത്? 6 പദങ്ങളുടെ തുകയാണ് 105. അപ്പൊ 6 പദങ്ങളുടെ തുക 105 തന്നു. 6 പദങ്ങളുടെ തുകയാണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 105 തന്നിട്ടുണ്ട്. ഇനി എന്താണ്? ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 105 കിട്ടി. അപ്പൊ ഇവിടെ നോക്കിക്കേ, 6 പദങ്ങളുടെ തുകയാണ് തന്നിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുക, ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് നമ്മൾ വായിക്കാം. ഇവിടെ 6 പദങ്ങളുണ്ട്. 105 തന്നിട്ടുണ്ട്. എത്രയാണ്? 105. 6 പദങ്ങൾ. അപ്പൊ എത്ര ജോഡികളാക്കാം ഇവിടെ? ഇവിടെ എത്ര ജോഡികളാക്കാം? 6/2 3 ജോഡിയാക്കാം. അപ്പൊ നടുക്കുള്ള പദം ഏതാ? 3-ാം പദവും 4-ാം പദവും. ഇവർ രണ്ടും ഒരു ജോഡി. ആരൊക്കെയാ? 3-ാം പദവും 4-ാം പദവും ഒരു ജോഡി. 5-ാം പദവും 2-ാം പദവും ഒരു ജോഡി. 6-ാം പദവും 1-ാം പദവും ഒരു ജോഡിയായിരിക്കും. അപ്പൊ ഈ ജോഡികൾക്ക് ഈ 105 എത്ര ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് നോക്കണ്ടേ? അത് നമ്മളുടെ ജോഡികളുടെ എണ്ണം കൊണ്ട്, ഈ തുകയെ ജോഡികളുടെ എണ്ണം കൊണ്ട് 3 കൊണ്ട് ഹരിക്കുക. 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 35 കിട്ടും. ഒരു ജോഡിക്ക് 35. അതായത് ഇവിടെ എത്രയാണ്? 3-ാം പദവും 6-ാം പദവും കൂടെ കൂട്ടും, 4-ാം പദവും കൂടെ കൂട്ടുമ്പോൾ 35. 2-ാം പദവും, അതായത് ഇവിടെ ഇങ്ങനെ എഴുതാം നമുക്കത്. 1-ാം പദം പ്ലസ് 6-ാം പദം. 1-ാം പദം 6-ാം പദവും കൂടെ കൂട്ടുമ്പോൾ 35. അതുപോലെ തന്നെ 2-ാം പദവും 5-ാം പദവും കൂട്ടുമ്പോൾ 35. അപ്പൊ 1 6 1 7 കണ്ടോ? 5 2 7. പിന്നെ ഏതാണ്? 3 പ്ലസ് 4. 3-ാം പദം 4-ാം പദം. 3-ാം പദം 4-ാം പദം അതും കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? അതും 35 കിട്ടും. അപ്പൊ നമുക്കിവിടെ എന്താണ് തന്നിരിക്കുന്നത്? 1-ാം പദം തന്നിട്ടുണ്ട്. 1-ാം പദം എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? 1-ാം പദം 5. നമുക്കറിയാം 1-ാം പദമായ 5 പ്ലസ് 6-ാം പദവും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 35 കിട്ടണം. അപ്പൊ 6-ാം പദം എത്രയായിരിക്കും? 6-ാം പദം ഈക്വൽ ടു 35 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 എന്ന് വരും. അപ്പൊ 6-ാം പദം 30. അപ്പൊ ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ കണക്കാക്കാൻ പറഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ? ഇനി എന്താണ് അവിടുത്തെ പൊതുവ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാം. ഒരു സമാന്തര ശ്രേണിയിൽ തന്നിട്ടുണ്ട് 1-ാമൻ 5 ആണ്. എന്നിട്ട് 2-ാമനെ അറിയില്ല, 3-ാമനെ അറിയില്ല, 4-ാമനെ അറിയില്ല, 5-ാമനെ അറിയില്ല. 6-ാമൻ എത്രയാ? 6-ാമൻ 30. പിന്നെ ഇവിടുത്തെ സംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 5-ന്ന് 30-ലെത്തി അല്ലേ? അപ്പൊ നമുക്കറിയാം ഇത് 1-ാമൻ സ്ഥാനമാണ്. ഇവിടെ എത്ര സ്ഥാനമാണ്? 6-ാം സ്ഥാനം. നമുക്ക് എങ്ങനെ നോക്കാം? 30 മൈനസ് 5 പദങ്ങൾ തമ്മിൽ കുറച്ചു.
എന്നിട്ട് എന്ത് ചെയ്യുക, സ്ഥാനങ്ങൾ അതിൻ്റെ പദങ്ങളുടെ അതേ സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കുക. 30 ൽ 5 പോയാൽ 25 ബൈ 6 ൽ 1 പോയാലോ 5, 25 ബൈ 5 5. അടുത്ത് ഇത് വരുന്നത് എന്താ, നമ്മുടെ ശ്രേണി ഏതൊക്കെയാണ് വരുന്നത്, ഇവിടെ 10, 15, 20, 25. അതാണ് 6 പദങ്ങൾ കണ്ടുപിടിച്ചത്. ഓക്കെ. ഒറ്റസംഖ്യകളുടെ കേസിലുള്ള ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. ഇപ്പൊ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 തന്നു. 5 പദങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ നോക്കുക എത്രയാണ് തന്നിരിക്കുന്ന പദങ്ങളുടെ എണ്ണം. ഇവിടെ എത്രയാ, 5 ആണ്. 5 ഒറ്റയാണോ ഇരട്ടയാണോ നോക്കുക. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലായി ഒറ്റ സംഖ്യയാണെന്ന് മനസ്സിലായി. അപ്പൊ 5 പദങ്ങൾ കൂട്ടിയപ്പോൾ എത്രയാണ് കിട്ടിയത്, 5 പദങ്ങൾ കൂട്ടിയപ്പോൾ 150 കിട്ടി. പിന്നെ എന്താ തന്നിരിക്കുന്നത്, പിന്നെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് മൂന്നാം പദം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ 5 പദങ്ങൾ ആണെങ്കിൽ എന്താ, നടുക്കത്തെ പദം കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം, അഞ്ചാം പദം. 5 പദങ്ങളുണ്ടെങ്കിൽ നടുക്കത്തെ പദമല്ലേ മൂന്നാം പദം. മൂന്നാം പദം എങ്ങനെ കണ്ടുപിടിക്കും, മൂന്നാം പദം ഈക്വൽ ടു, മൂന്നാം പദം എന്ന് പറയുന്നത് എന്താ, ഈ തുകയുടെ എണ്ണത്തെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. തുകയെ എണ്ണം കൊണ്ട് അതായത് ഈ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതിയാവും. 150നെ എണ്ണം എത്രയാ, 5 കൊണ്ട് ഹരിക്കുക. 5, 15, 30. എത്രയാണ് 150നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ഇങ്ങനെ വെട്ടുക. അപ്പോൾ എത്രയാവും, 5 × 3 ആണ് 15. 3 എഴുതും, പിന്നെ ആ 0യും കൂടെ എഴുതും. അപ്പോൾ മൂന്നാം പദം 30 എന്ന് കിട്ടി. ഇനി 8ആം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു. 8ആം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതിന് മുമ്പ് നമുക്കൊരു ഇതും കൂടെ തന്നിട്ടുണ്ട്, ഒരു ക്ലൂവും കൂടെ തന്നിട്ടുണ്ട്. എന്താണ്, അടുത്ത ഒരു ഇതും കൂടെ തന്നിട്ടുണ്ട്. 10 പദങ്ങളുടെ തുക 550 എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 5 ഉണ്ട്, പിന്നെ ഏതാണ് 6, 7, 8, 9, 10. ഇവിടെ എത്രയുണ്ട്, 10 പേരുണ്ട്. 10 പേരാണതുകൊണ്ട് 10 പദങ്ങൾ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് എന്ത് ചെയ്തു, ജോഡികളാക്കണം അല്ലേ. എത്ര ജോഡികളുണ്ടാവും, 5 ജോഡികളുണ്ടാവും. അതിൽ ഏതൊക്കെ ജോഡികളായിരിക്കും കൂട്ടാകുന്നത്. അപ്പൊ ഇവിടെ 10 പദങ്ങളുടെ തുക നമുക്കറിയാം. ഒരു ജോഡിക്ക് എത്രയാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം. 550 ആണ് 10 പേരുടെയും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത്. അത് എത്ര ജോഡിയുണ്ട്, 10/2, 5 ജോഡിക്ക് തുല്യമായിട്ട് കൊടുക്കണം. അപ്പൊ ഒരു ജോഡിക്ക് എത്രയാ, 1, 1, 0, 110 എന്ന് വരും. ഒരു ജോഡിയുടെ തുകയാണ് ഇത്, ഒരു ജോഡിയുടെ തുക. ഒരു ജോഡിയുടെ തുകയാണ് 110 എന്ന് വരുന്നത്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ തമ്മിലാണ് ഇവിടെ ജോഡിയാകുന്നത് നോക്കുക. 10 ആണുള്ളത്. 10ന്റെ പകുതി എത്രയാ, 5. അഞ്ചാം പദവും അതിന്റെ തൊട്ട് ഒന്നും കൂടെ കൂട്ടുക. 5ന്റെ കൂടെ ഒന്നും കൂട്ടിയാൽ എത്ര, 6ആം പദം. അപ്പൊ 5ആം പദവും 6ആം പദവും എന്താണ്, ജോഡിയാണ്. അപ്പൊ അവർക്ക് രണ്ടുപേരും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 110. പിന്നെ ഇവിടെ 6ഉം 5ഉം എത്രയാ, 11. അപ്പൊ കൂട്ടുമ്പോൾ 11 കിട്ടുന്ന നമ്പറുകളുണ്ടല്ലോ, അവരെല്ലാം ഒരു ജോഡിയായിരിക്കും. ഇവിടെ 5 കഴിഞ്ഞ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ എഴുതി പോയാലും മതി. 4ആം പദം, ഇവിടുന്ന് 5ൽ നിന്ന് 1 കുറയ്ക്കുക, 4 ആയി. പിന്നെ എന്താണ്, 4നോട് ഏത് നമ്പർ കൂട്ടിയവളാണ് 11 കിട്ടുന്നതെന്ന് നോക്കുക. 7ആം പദമാണ് വരുന്നത്. 7ആം പദം ഇവർ തമ്മിൽ കൂട്ടുമ്പോഴും 110. പിന്നെ 3 + 8 അവരും 110. 3 പിന്നെ ഏതാണ്, 2. നമുക്ക് ഇതാണ് വേണ്ടത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമെന്നില്ല. നമുക്ക് ഏതാ വേണ്ടത്, 3ആം പദം + 8ആം പദം. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. 3ആം പദം + 8ആം പദം. 3ആം പദം 30 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി 8ആം പദം കണ്ടുപിടിക്കണം. അപ്പൊ 30 + 8ആം പദം ഈക്വൽ ടു 110. 8ആം പദം എത്ര കിട്ടുന്നത്, 110 - 30 80 എന്ന് വരും. നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടി, ഇവൻ 30 ആണ്, ഇവൻ 80 ആണ്. ഇവിടെ മനസ്സിലായല്ലേ, 3ആം പദം 30, 8ആം പദം 80.
അപ്പോൾ ഇവിടെ 10 പൊതുവ്യത്യാസം വരുന്നത്. മൂന്നാമത് 30, 40, നാലാമത് 40. ഇപ്പോൾ ഒന്നാമത് എത്രയായിരിക്കും? 10, രണ്ടാമത് 20, മൂന്നാമത് 30, നാലാമത് 40. അങ്ങനെ ഇതിൻ്റെ ശ്രേണി നമുക്ക് കിട്ടി. ഓക്കെ, ഇത് നന്നായിട്ട് കാണുക. ഓക്കെ, ബൈ, സീ യു.